ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ആശുപത്രി വിവാദം വന്നു. ആശുപത്രിയിൽ കോട്ടയത്ത് ഒരു അപകടം ഉണ്ടായി. അപകടം ഉണ്ടായത് അവിടെ ഒരു കെട്ടിടമില്ലാഞ്ഞിട്ടല്ല, പഴയ കെട്ടിടം അബാൻഡൻ ചെയ്തു എന്ന് പറഞ്ഞാൽ പഴയ കെട്ടിടത്തിൻ്റെ കാലാവധി ഇതായി, അതുകൊണ്ട് പുതിയ കെട്ടിടം പണിയുന്നു. പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതിന് മുമ്പ് അതിനകത്തൊരു അപകടം ഉണ്ടായി. ഒരു സ്ത്രീ അങ്ങനെ അവർ അപകടത്തിൽപ്പെട്ടു. വളരെ ദുഃഖകരമായ കാര്യമാണ്. കേരളത്തിലാകെ അതിന് പേര് സമരവും ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപകടങ്ങൾ ഉണ്ടാവാൻ പാടില്ലെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇവിടെ വെള്ളം പൊങ്ങി അപകടം ഉണ്ടായ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഒരു പ്രതിസന്ധികൾ ഉണ്ടാവാം. പക്ഷെ അവിടെ ആശുപത്രിക്ക് പണം വെക്കാഞ്ഞിട്ടാണോ? ആശുപത്രിയിൽ തൊട്ടപ്പുറത്ത് ഏകദേശം 500 കോടി മുടക്കിയ ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെയുള്ള വലിയ വാർഡ് അവിടെ പണിഞ്ഞു. പക്ഷേ അവിടേക്ക് മാറാൻ പറ്റിയില്ല. കെട്ടിടം ഉണ്ടാക്കിയിട്ട് എന്താ മാറാത്തത്? കെട്ടിടം ഉണ്ടാക്കിയിട്ട് മാറാത്തത് എന്താണെന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. വീട് പാല് കാച്ചാനായിട്ട് പോകുമ്പം അടുക്കളയിൽ തീ കത്തിക്കാമെങ്കിൽ പാല് കാച്ചാം. ഓപ്പറേഷൻ തിയേറ്റർ അങ്ങനെ പണിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഉടനെ ഓപ്പറേഷൻ നടത്താൻ പറ്റില്ല. കാരണം മെഡിക്കൽ രംഗത്തെ അതിൻ്റെ പരിചയമുള്ള ആളുകൾ പരിശോധിച്ച് അതിനെ അംഗീകരിച്ചാൽ മാത്രമേ ഓപ്പറേഷൻ തിയേറ്റർ പറ്റൂ. 14 ഓപ്പറേഷൻ തിയേറ്ററാണ് കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ പുതുതായിട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. അവിടെ അത് പൂർത്തീകരിച്ച് സർട്ടിഫിക്കേഷൻ കിട്ടാനുള്ള സമയം കൊണ്ടാണ് താമസിച്ചത്. പക്ഷേ ഇപ്പോഴും നമ്മൾ ധാരാളം പണം ചെലവാക്കുന്നുണ്ട് ആരോഗ്യരംഗത്തെങ്കിലും. ചിലപ്പോൾ ചില പോരായ്മകളൊക്കെ ഉണ്ടാവാം. 700 കോടി രൂപയാണ് കാരുണ്യ പദ്ധതിക്ക് ഒരു വർഷം മാറ്റിവെക്കുന്നത്. 1400 കോടിയാണ് ബഡ്ജറ്റ്. 700 കോടി ബഡ്ജറ്റ് മാറ്റി വെച്ചിട്ട് കഴിഞ്ഞ വർഷം 1400 കോടി കൊടുത്തു. എപ്പോഴും വെക്കുന്നതിന് ഇരട്ടി കൊടുക്കേണ്ടി വരുന്നു. കിട്ടാതാവാറുണ്ട്. ഇപ്പോഴും ചിലപ്പോൾ ചിലത് കിട്ടാതെ വരും. പണ്ട് കിട്ടാതെ വരുന്നത് എന്തൊക്കെയാ? പെൻസിലിനോ ഇൻസുലിനോ പാരസിറ്റമോളോ മിക്സ്ചറോ ഒക്കെ കിട്ടാതെ വരും. നിങ്ങൾ ഈ നെടുവങ്കാവ് ആശുപത്രിയിലും പാപ്പാല ആശുപത്രിയിലും ഒക്കെ പോകുന്നവരാണല്ലോ പണ്ട്. ഇപ്പോൾ ചിലപ്പോൾ കിട്ടാതെ വരുന്നതിനെ പറ്റി പരാതി വരുന്നത് എന്താ? സ്റ്റെൻറ്റ് കിട്ടാത്തതുകൊണ്ട് ഹാർട്ട് ഓപ്പറേഷൻ നീട്ടിവെച്ചു. സ്റ്റെൻറ്റ് മരുന്ന് കിട്ടാത്തതല്ല. സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഹാർട്ട് ഓപ്പറേഷന് ഇടുന്ന 1.5 ലക്ഷമോ 2 ലക്ഷമോ രൂപ വില വരുന്ന സ്റ്റെൻറ്റ് ഉൾപ്പെടെ പൂർണ്ണമായും സൗജന്യമായി കൊടുക്കുന്ന 42 ലക്ഷം കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളുടെ പ്രതിനിധിയായി ഇവിടുന്ന് MLA ആയി പോയി ധനകാര്യമന്ത്രി എന്ന നിലയിൽ അതിനാവശ്യമായ പണം കണ്ടെത്തി കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് കൊട്ടാരക്കരക്കാർക്ക് ബഹുമാനകരമായിരിക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ഒരു മെഡിക്കൽ കോളേജിൽ എനിക്ക് ഇടയ്ക്ക് ഹാർട്ടിൻ്റെ ഒരു ചെറിയ പ്രശ്നം വന്നിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇതേപോലെ തന്നെ ആ മെഡിക്കൽ കോളേജിൽ പോയി ചികിത്സയ്ക്ക് പോയ ആളാണ് ഞാൻ. ആ ചികിത്സയ്ക്ക് പോയപ്പോൾ എന്താ മെഡിക്കൽ കോളേജിലെ നിയമം? ഞാനാ കിടക്കുന്ന വാർഡിൽ 16 പേര് IC കിടക്കുന്നുണ്ട്. അതിനകത്ത് ഒരാൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരാൾ, അയാൾ ബസ് സ്റ്റാൻഡിൽ വെച്ച് അസുഖം ഉണ്ടായപ്പോൾ തമിഴ്നാട്ടുകാരനാണ്. അയാൾക്ക് വേറെ ബില്ല് അടയ്ക്കാറുണ്ടോ കാരുണ്യാന്ന് നോക്കിയില്ല, നേരെ കൊണ്ടുവന്ന് 30,000 രൂപയുടെ ഒരു ഇഞ്ചക്ഷനാണ് ആദ്യം എടുക്കുന്നത്. കാരണം ഹാർട്ടിന് അസുഖം വന്നതാണ്, ഹാർട്ട് അറ്റാക്ക് വന്നതാണ്. 30,000 രൂപയുടെ ആ ഇഞ്ചക്ഷൻ സൗജന്യമായി ഏത് നാട്ടിൽ നിന്ന് വന്നാൽ അത് കേരളമായിക്കോട്ടെ, തമിഴ്നാടായിക്കോട്ടെ, ബംഗാളായിക്കോട്ടെ, ആന്ധ്ര ആയിക്കോട്ടെ, ശ്രീലങ്ക ആയിക്കോട്ടെ, ആര് വന്നാലും അങ്ങനെ ചികിത്സ കിട്ടുന്ന സൗജന്യമായി ആ ഇഞ്ചക്ഷൻ അടക്കം കിട്ടുന്ന ഒരു ചികിത്സാ സമ്പ്രദായം നമ്മുടെ കേരളത്തിലുണ്ട്. നമ്മൾ അതിനെ കാണാതിരിക്കരുത്. അങ്ങനെ ആ ഒരു രോഗി, ബാക്കി 10-12 പേര് 12 പേര് കാരുണ്യ ചികിത്സയുള്ളത്. ഞാനൊരു മന്ത്രി എന്ന നിലയിൽ ഞാൻ ചികിത്സിക്കുകയാണെങ്കിൽ എനിക്ക് മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് കിട്ടും. നിങ്ങളിവിടെ ശമ്പളം കിട്ടുന്ന അധ്യാപകരോ ജീവനക്കാരോ മറ്റ് ശമ്പളം കിട്ടുന്നവരോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആശുപത്രിയിലായാലും നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ APL ആണെങ്കിൽ ബില്ലടയ്ക്കണം. എന്നാൽ കാരുണ്യക്കകത്താണെങ്കിൽ എന്താ? ബില്ലടിച്ച് തരും. നിങ്ങൾക്ക് ഹാർട്ടിന് ഓപ്പറേഷൻ വന്നു എന്നിരിക്കട്ടെ, 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ബില്ല് നിങ്ങൾക്ക് തരും. പക്ഷേ അടയ്ക്കണ്ട, അത് മൊത്തം സർക്കാർ അടയ്ക്കും. അതാ കാരുണ്യ. എന്നാൽ നിങ്ങളാരെങ്കിലും വ്യക്തികൾ, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സ്കൂൾ അധ്യാപകൻ അല്ലെങ്കിൽ ഒരു MLA, അങ്ങനെ വരുമാനം റീഇംബേഴ്സ്മെൻറ്റ് കിട്ടും മെഡിക്കൽ. ആ റീഇംബേഴ്സ്മെൻ്റ് ഉള്ള ആൾ അവിടെ ആയിക്കഴിഞ്ഞാൽ അവരെ പണം അടയ്ക്കണം, എന്നിട്ട് റീഇംബേഴ്സ്മെൻറ്റ് മേടിക്കണം. അപ്പോൾ ഫലത്തിൽ ഈ 62 ലക്ഷം കുടുംബങ്ങൾക്കും ഒരു ഹാർട്ട് ഓപ്പറേഷൻ വന്നാൽ, മറ്റൊരു കാര്യം വന്നാൽ അവർക്ക് 2 ലക്ഷമോ 3 ലക്ഷമോ 4 ലക്ഷം രൂപ കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. 5 ലക്ഷം രൂപ വരെ ഒരു വർഷം ചികിത്സയ്ക്ക് കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഞാനിത് പറഞ്ഞത് എല്ലാവർക്കും ഈ കാര്യങ്ങളെല്ലാം അറിയണമെന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇത് മെഡിക്കൽ രംഗത്ത് മാത്രമല്ല, എല്ലാ രംഗത്തും ഈ ചികിത്സയുടെ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യവും ചെയ്യുന്ന ഒരു സർക്കാരാണ്. അത് കൂടുതൽ ശക്തിപ്പെടേണ്ട ആവശ്യമുണ്ട്. അത് ശക്തിപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ എല്ലാ മേഖലയിലും പിന്തുണയ്ക്കുന്ന ആളുകളാണ് ഈ നാട്ടിലുള്ളത്. അതിനകത്ത് രാഷ്ട്രീയത്തിൻ്റെ ഒന്നും വ്യത്യാസമില്ല. ഇവിടെ നല്ല പാലം ഉണ്ടായാൽ, നല്ല റോഡുണ്ടായാൽ, നല്ല ടൂറിസം കേന്ദ്രം ഉണ്ടായാൽ, നല്ല ആശുപത്രി ഉണ്ടായാൽ എല്ലാവരുമാണ് പഠിക്കുന്നത്. അതിനകത്ത് രാഷ്ട്രീയത്തിൻ്റെ വ്യത്യാസമൊന്നുമില്ല. ഉച്ചഭക്ഷണം എല്ലാ സ്കൂളിലും നന്നായി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. കശുവണ്ടി ഫാക്ടറികളിൽ തൊഴിലാളികൾക്ക് ജോലി ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടാക്കണം. കശുവണ്ടി വ്യവസായം നേരിടുന്ന ഒത്തിരി പ്രതിസന്ധിയുണ്ട്. പക്ഷേ കശുവണ്ടി മേഖലയിൽ, സ്വകാര്യ മേഖലയിലെ വ്യവസായികൾക്കുൾപ്പെടെ വരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് അവിടുത്തെ തൊഴിലാളിക്ക് PF-ൻ്റെ ഒരു ഭാഗം
അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റിയോ PF-ന്റെ ഒരു ഭാഗം സർക്കാർ കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുത്തത് ഈ സർക്കാരാണ്. ആദ്യമായിട്ടാണ് അങ്ങനൊരു തീരുമാനം ഈ സംസ്ഥാനത്ത് നടപ്പിലാവുന്നത്. ഇന്നത്തെ പത്രങ്ങളിൽ നിങ്ങൾ കണ്ടു കാണും. ഇന്നലെ ഞാനും പോകേണ്ട പരിപാടിയായിരുന്നു. കാരണം ആ പരിപാടി വളരെ ഒരു പുതുമയുള്ള പരിപാടിയാണ്. ആ പരിപാടിക്ക് ഇന്നലെ ഞാൻ പങ്കെടുത്തില്ല. പക്ഷെ ആ പരിപാടിയുടെ വാർത്ത ഇന്ന് ബഹുമാനപ്പെട്ട ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ, അദ്ദേഹം പ്ലാന്റേഷൻ്റെ വകുപ്പ് കൂടി കൈകാര്യം ചെയ്തതാണ്. തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയും കൂടി പങ്കെടുത്ത അവിടുത്തെ ലയം നന്നാക്കുന്ന പരിപാടിയുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ഈ കരിയപ്രക്കാർക്കും വെളിയങ്കാർക്കും കൊട്ടാരക്കരക്കാർക്കും കൊല്ലത്തുകാർക്കും ഒന്നും ലയം എന്താണെന്ന് മനസ്സിലാവില്ല. 100-120 വർഷമായി പാവപ്പെട്ട തൊഴിലാളികൾ പ്ലാന്റേഷൻ തൊഴിലാളികളായി വന്നു കിടക്കുന്ന വളരെ പരിമിതമായ സൗകര്യം മാത്രമുള്ള, വളരെ പഴക്കമുള്ള, വേണ്ടത്ര സൗകര്യമില്ലാത്ത തൊഴിലാളികളുടെ വീടുകളെയാണ് ലയങ്ങൾ എന്ന് പറയുന്നത്. അവിടെ പോയി ഒന്ന് നോക്കിയാലേ അറിയൂ, അവിടെ വേണ്ടത്ര സൗകര്യമില്ല. പ്ലാന്റേഷൻ മേഖലയിൽ പലയിടത്തും വേണ്ടത്ര പണമില്ല. അവരുടെ പ്ലാന്റേഷനുകൾ പലതും സാമ്പത്തിക പ്രതിസന്ധിയിലുണ്ട്. ഇവര് ഈ 100 വർഷവും 120 വർഷവും പഴക്കമുള്ള ഈ ലയത്തിൽ കഴിയുന്ന ആളുകൾക്ക് നല്ലൊരു ടോയ്ലറ്റ് സൗകര്യം പോലുമില്ല, നല്ലൊരു മുറിയില്ല. അതിന് സർക്കാർ ഇതാദ്യമായി അത്തരം ലയങ്ങളുടെ സൗകര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പണം ബഡ്ജറ്റിൽ മാറ്റിവെച്ചു. അതിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതിയാണ് ഇന്നലെ വളരെ പഴക്കമുള്ള തിരുവനന്തപുരത്തെ ഒരു എസ്റ്റേറ്റിൽ, ആ എസ്റ്റേറ്റിൽ ഇന്നലെ അതിന് ഉദ്ഘാടനം നടന്നു. 100-100ഓളം വരുന്ന ലയങ്ങളെ നവീകരിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം. ഞാൻ പറഞ്ഞത് ഈ ഗവൺമെൻറ്റിൻ്റെ, കേരളത്തിലെ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾ മന്ത്രിമാരും MLA-മാരും, പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സഹകരണ സംഘം എന്ന് പറഞ്ഞാൽ അതിനകത്തെ കുറച്ച് പ്രതിനിധികളും മാത്രമല്ല. ഈ നാട്ടിലെ സാധാരണക്കാരായ ഓരോരുത്തരും കൊടുക്കുന്ന പണത്തിൽ നിന്നും ആ നികുതി പിരിച്ച് ആ നികുതി ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു വലിയ സമ്പ്രദായമാണ് ഗവൺമെൻറ്. ആ സമ്പ്രദായത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ മുൻഗണന എന്താ? ഈ പാവപ്പെട്ട ആളുകളുടെ ലയമായാലും അവരുടെ ഭക്ഷണമായാലും അവരുടെ മരുന്നായാലും ഉൾപ്പെടെ എല്ലാം കൊടുക്കുന്നതിനും സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിനും കാഴ്ചപ്പാടുള്ള ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് കൊടുക്കാൻ തയ്യാറാവുന്നത്. അതോടൊപ്പം അതുമാത്രം കൊടുത്താൽ പോരാ, നല്ല റോഡും വേണം, നല്ല പാലവും വേണം, നല്ല തുറമുഖവും വേണം, നല്ല വിമാനത്താവളവും വേണം. നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ നല്ല കോളേജുകൾ വേണം, സ്കൂളുകൾ വേണം. അവർക്ക് ജോലി ചെയ്യാൻ നമ്മുടെ നാട്ടിൽ സൗകര്യം വേണം. അതിന് പറ്റുന്ന സൗകര്യം ഒരുക്കുന്ന തരത്തിലേക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസവും ഏറ്റവും നല്ല വ്യാപാരത്തിന് പറ്റുന്ന, വാണിജ്യത്തിന് പറ്റുന്ന, വ്യവസായത്തിന് പറ്റുന്ന അടിസ്ഥാനം ഉണ്ടാക്കണം. അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ പാലത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ സന്തോഷത്തോടൊപ്പം നിൽക്കുമ്പോൾ ഇതിനേക്കാൾ എത്രയോ വലിയ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. വിഴിഞ്ഞം തുറമുഖം ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾ എടുക്കാവുന്ന, ലോകത്തിലെ ഏറ്റവും വലിയ 10, 15, 20 തുറമുഖത്തിലൊരു തുറമുഖമായ വിഴിഞ്ഞം നമ്മുടെ ഈ സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിലാണ് നിർമ്മിച്ചത്. അതിനകത്ത് 1 രൂപ പോലും കേന്ദ്ര സർക്കാർ പണം തരാതിരുന്നിട്ടും ആ വലിയ തുറമുഖം 6000 കോടി രൂപ ചെലവ് വരുന്ന തുറമുഖത്തിൻ്റെ 4800 കോടിയും സംസ്ഥാന സർക്കാർ ചെലവാക്കി. ഈ ബുദ്ധിമുട്ടിനിടയിൽ അതിന് നിങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ വലിയ പങ്ക് ധനകാര്യമന്ത്രി എന്ന നിലയിൽ വഹിക്കാൻ എനിക്കും കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് സന്തോഷമുണ്ട്. അത് നിർത്തിവെക്കാനല്ല നമ്മൾ തീരുമാനിച്ചത്. കേന്ദ്രം തരാനുള്ളത് നേരെ പകുതിയായി വെട്ടിക്കുറച്ചു. പകുതിയായിട്ട് വെട്ടിക്കുറച്ചത് വെറുതെ പറയാൻ പറ്റില്ല, കണക്കാണ്. 50,000 കോടി രൂപയിലധികം കേന്ദ്രം തരാനുള്ളത് വെട്ടിക്കുറച്ചു. പക്ഷെ നമ്മളെങ്ങനെ പിടിച്ചു നിന്നത് നമ്മൾ നമ്മുടെ നാടിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തി. നികുതി കൂടുതൽ പിരിച്ചു, നികുതി കൂട്ടിയിട്ടില്ല. നികുതി ആകെ ഏർപ്പെടുത്താൻ പറ്റുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിനും മദ്യത്തിനും പെട്രോളിനും മാത്രമേ ഉള്ളൂ. പെട്രോളും ഡീസലും മദ്യവും. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 4 വർഷത്തിനിടയിൽ മദ്യത്തിന് കൂട്ടിയിട്ടുണ്ടോ? ഇവിടെ കുടിക്കുന്നവരൊന്നും ഇല്ലായിരിക്കും, എന്നാലും ചോദിച്ചു നോക്കാറുടെ ബീവറേജ് കോർപ്പറേഷൻ. കാരണം ഞാനീ എല്ലാ മാസവും ഈ കണക്ക് നോക്കും. ഇന്നലെ GST-കാരുടെ എങ്ങനെയുണ്ട് ഓരോ വേഗത്തെ വരുമാനം. അപ്പോൾ ബാറിൻ്റെ ടാക്സ് അടയ്ക്കാനുള്ള കൃത്യം അടച്ചോ മറ്റേതടച്ചോ ഇതൊക്കെ നോക്കും. പക്ഷേ ടാക്സ് കൂട്ടിയിട്ടില്ല. ടാക്സ് കൂട്ടാത്തത് എന്തുകൊണ്ടാണ്? സാധാരണ എല്ലാ വർഷവും കൂട്ടുന്നതാണ്. ഈ മയക്കുമരുന്നിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ മദ്യത്തിൻ്റെ വില കൂടിയാൽ മയക്കുമരുന്ന് കൂടുമെന്നൊക്കെ ഒരു തിയറി ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ മദ്യത്തിനും പിന്നെ പെട്രോൾ ഡീസൽ ആകെ ഒറ്റ പ്രാവശ്യം ഇല്ലയോ ഒരു വലിയ സമരം ഉണ്ടായല്ലോ അന്ന് UDF-ൻ്റെ ഈ ഒരു പെട്രോളിയം സെസ് 1 രൂപ ഏർപ്പെടുത്തിയത്. കർണാടകവും കേരളവും തമ്മിൽ അന്ന് 9 രൂപ 10 രൂപയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു 1 ലിറ്റർ പെട്രോളിനും 1 ലിറ്റർ ഡീസലിനും. ഇപ്പോൾ അത് കുറഞ്ഞ് ആ വ്യത്യാസം 2 രൂപയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ടാക്സ് ഏർപ്പെടുത്താനുള്ള ആകെ ധനകാര്യമന്ത്രിയുടെ അവകാശം എന്ന് പറഞ്ഞാൽ പെട്രോളിനും ഡീസലിനും മദ്യത്തിനുമാണ്. കൂട്ടിയിട്ടില്ലേ? പിന്നെങ്ങനെയാ സാധനങ്ങളുടെ വില? GST കൂട്ടുന്നത് കേരളമല്ല. GST-യുടെ ടാക്സ് ഒന്നും അങ്ങനെ കൂട്ടാൻ പറ്റില്ല. അപ്പോൾ കൃത്യമായി വ്യാപാരവും വാണിജ്യവും നോക്കി ബിസിനസ് വർദ്ധിക്കാനുള്ള കാര്യങ്ങൾ നോക്കി അതിൽ നിന്നുള്ള ടാക്സ് കളക്ട് ചെയ്തതിൻ്റെ ഭാഗമായി നമ്മൾ കോവിഡ് സമയത്താണ് കഴിഞ്ഞ ഗവൺമെൻറ് അവസാന സമയം. ആ സമയത്ത് 47,000 കോടി രൂപ ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിലാകെ നമ്മുടെ സംസ്ഥാനം പിരിക്കുന്ന GST, അല്ലെങ്കിൽ GST-യും ഈ സെയിൽ ടാക്സും എല്ലാം കൂടി. അത് ഇപ്പോൾ വർദ്ധിച്ചു, 80,000 കോടിക്ക് അടുത്തെത്തി. നോൺ ടാക്സ് ഉണ്ട്, നികുതി അല്ല, നികുതി ഇതര വരുമാനം. പാറയുടെ ഈ ഇതൊക്കെ ഉണ്ടല്ലോ, പാറയുടെയൊക്കെ അടയ്ക്കുന്ന സീനിയറേജ്, ജിയോളജിയുടെ ഒക്കെ പണം, അതൊക്കെ നോൺ ടാക്സ് ആണ്.
ആ നോൺ ടാക്സ് ഉൾപ്പെടെ. അതുമാത്രമല്ല, ലോട്ടറി മറ്റൊക്കെ വരും, പലതരം അത്തരം കാര്യങ്ങൾ, ഫീസ്, യൂസ് ഫീ ഒക്കെ, ഇതെല്ലാം കൂടി ഉള്ളതും ഉൾപ്പെടെ അന്ന് 54,000 കോടി ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ചുമതല ഏറ്റെടുക്കുന്ന, ഞങ്ങളുടെ ഈ രണ്ടാം ഗവൺമെൻറ് ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വരുമാനം. അത് ഈ വർഷം 95,000 കോടിയായി വർദ്ധിച്ചു. പക്ഷേ നിങ്ങളുടെ ഇന്ന് ആരുടെയൊന്നും അങ്ങനെ ഓരോരുത്തരുടെയും ഒന്നും കൂടുതൽ മേടിച്ചിട്ടില്ല, ഉള്ള പ്രവർത്തനം വർദ്ധിപ്പിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇപ്പം ആരെന്ന് പറഞ്ഞാൽ അല്ല ബിവറേസിൻ്റെ കൂടിയല്ലോ ഞങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞനല്ലോ. നല്ല ധൈര്യം ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്ക് പറയാൻ. അങ്ങനെ കൂട്ടാതെ ഈ സംസ്ഥാന ഗവൺമെൻറ് ഇത് ചെയ്തത് കൊണ്ടാണ് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റിയത്. അവർ കുറച്ചതോ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന 50,000 കോടി രൂപയിലധികം കുറച്ചു. അങ്ങനെ കുറച്ചപ്പോൾ ശമ്പളം മുടങ്ങേണ്ട അവസ്ഥ വരും എന്ന് ഭയന്നു, വാസ്തവത്തിൽ ഭയന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്മാരിരിക്കുന്നുണ്ടല്ലോ. ട്രഷറി ഒരു ഘട്ടത്തിൽ ട്രഷറി അടച്ചുപൂട്ടി പോവുമോ, അടച്ചുപൂട്ടാൻ പറഞ്ഞാൽ പണമില്ലാതെ വരുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പണമില്ലാതെ വരുന്ന അവസ്ഥയെ ഒഴിവാക്കാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിനകത്ത് നിന്നുകൊണ്ടാണ് വലിയ നാഷണൽ ഹൈവേ, കേന്ദ്ര ഗവൺമെൻറ് എല്ലാ സംസ്ഥാനത്തും നാഷണൽ ഹൈവേ പണിയുന്നതിന് മുഴുവൻ പണം അവരാണ് മുടക്കുന്നത്. കേരളത്തിലോ സ്ഥലം എടുക്കുന്നതിൻ്റെ നല്ലൊരു ഭാഗം പൈസ നമ്മൾ കൊടുക്കണം. 6,000 ചില്ലാനം കോടിയാണ് നമ്മൾ, 6,000 ചില്ലാനം കോടി അതുൾപ്പെടെ നമ്മൾ കൊടുത്തു. ഇപ്പം നിങ്ങൾ പോകുമ്പോൾ അറിയാമല്ലോ, കൊട്ടിയത്തിറങ്ങുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് ചാത്തന്നൂർ ഇറങ്ങും, അല്ലെ കൊട്ടിയത്തിറങ്ങും, നമ്മുടെ മെയിൻ റോഡിൽ കൊല്ലത്തിറങ്ങും. എവിടെ ഇറങ്ങുമ്പോഴാണ് നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്ന കണ്ടല്ലോ. ഇപ്പോൾ ചില വീഡിയോ ക്ലിപ്പിങ്ങുകൾ വരുന്നുണ്ടല്ലോ. യൂറോപ്പിലെയും അമേരിക്കയിലെ റോഡ് പോലെയല്ലേ നമ്മുടെ 6 വരി പാത. നമ്മുടെ PWD മന്ത്രി ഇപ്പോൾ സംസാരിച്ചിട്ട് പോയതല്ലേ ഉള്ളൂ. ആ 6 വരി പാത കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ വരുന്ന 1 വർഷത്തിനകം പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പലയിടത്തും ഇപ്പോൾ ചാത്തന്നൂർ നീട്ടുന്ന കല്ലുവാതുക്കൽ കാണാനില്ല. കല്ലുവാതുക്കൽ നമ്മൾ പണ്ട് പോകുന്ന നമ്മുടെ സുഹൃത്തുക്കൾ കല്ലുവാതുക്കൽ കാണാനില്ല. കുറച്ച് കഴിയുമ്പോൾ കരുനാഗപ്പള്ളി കാണാനില്ലാതെ വരും. എന്താ കാണാനില്ലാതല്ല, നമ്മൾ വെളിയിൽ കൂടെ പോകണം. അത്രയും നല്ല റോഡ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വരുമ്പോൾ ഗുണം എന്താ? കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തെത്താൻ, വിഴിഞ്ഞത്തെത്താൻ 8 മണിക്കൂർ മതി. 8 മണിക്കൂർ കൊണ്ട് അങ്ങേയറ്റത്ത് നിങ്ങേറ്റം വരും. പണ്ട് നമ്മൾ പറയും ഗൾഫിലൊക്കെ പോയിട്ട് വരുന്നവർ പറയും എന്തോ ഒരു റോഡാ അവിടെ. അതിനേക്കാളും മെച്ചമായ തരത്തിൽ ഈ റോഡ് വന്നാൽ വലിയ വലിയ വണ്ടിയുള്ളവർക്ക് മാത്രം ഓടിക്കാനല്ല, നമ്മൾ ഇവിടുന്ന് ജോലിക്ക് പോകുന്നവർ, ഇപ്പം കരിപ്രക്കാരെടുത്താൽ ഏറ്റവും കൂടുതൽ കർണാടകത്തിൽ ജോലിക്ക് പോകുന്നവരുണ്ട്, പല ജോലിക്ക് പോകുന്നവരുണ്ട്. ഞാൻ പറഞ്ഞ IT മേഖല മാത്രമല്ല, എനിക്ക് തോന്നുന്നു കിണർ പണിയുടെ ഏറ്റവും കൂടുതൽ പുറത്തേക്ക് പോകുന്ന ആളുകൾ നമ്മുടെ ഈ മേഖലക്കാരാണ്, കിണർ പണിയുടെ അല്ലെ. അപ്പോൾ അങ്ങനെയൊക്കെ ടെക്നിക്കൽ പണികളുണ്ട്. എന്നാലും സിനിമയിൽ തന്നെ പല പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറെ ആളുകളുണ്ട് ഇവിടെ. ഓരോ സ്ഥലത്തിനും വളരെ പ്രത്യേകതയുണ്ട്. അങ്ങനെ ലോകത്തെല്ലാം പോകുന്നവർ മാത്രമല്ല, കാസർഗോഡോ അല്ലെങ്കിൽ നെടുമങ്കാവ് ഉൽപ്പാദിപ്പിക്കുന്ന, കരിപ്പുര ഉൽപ്പാദിപ്പിക്കുന്ന, കൊട്ടാരക്കര ഉൽപ്പാദിപ്പിക്കുന്ന സാധനം അതിവേഗം നമ്മുടെ തുറമുഖത്തേക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ കൂടുതൽ സാധനം കയറ്റി അയക്കാൻ പറ്റും. ഇപ്പോഴാണെങ്കിൽ ഇങ്ങനെ കൊച്ചിയിലേക്ക് കയറ്റി അയച്ച് കൊച്ചിയിൽ നിന്ന് വേറൊരു കപ്പലിൽ കയറ്റി ശ്രീലങ്കയിൽ കൊണ്ടുപോയി അവിടുന്ന് വേറൊരു കപ്പലിൽ കയറ്റിയിട്ട് അയക്കുന്നത്. ഇനിയാണെങ്കിലോ നേരെ വിഴിഞ്ഞത്തുനിന്ന് അയക്കാം, 2 ആഴ്ച ലാഭം കിട്ടും യാത്രയ്ക്ക്. ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നൊരു സർക്കാരാണ്. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ വേണ്ടത്ര നമുക്ക് പ്രചരിപ്പിക്കാനും പറയാനും മനസ്സിലാക്കാനും കഴിയുന്നുണ്ടോ എന്നുള്ള സംശയം എനിക്കുണ്ട്. പക്ഷെ കേരളം മാറുകയാണ് എന്ന് പറയുന്നത് വെറുതെ അല്ല. കേരള സർവകലാശാലയിൽ ഇപ്രാവശ്യം 2450 കുട്ടികളാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ചേരാൻ വന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസം മോശമാണ്, ഇവിടുന്ന് എല്ലാവരും പുറത്തേക്ക് പോകുന്നതാണല്ലോ പറയുന്നത്. 2450 കുട്ടികൾ പുറത്തെ രാജ്യങ്ങളിൽ നിന്ന് ഇപ്രാവശ്യം കേരള യൂണിവേഴ്സിറ്റി ചേരാൻ വന്നു. കുട്ടികൾ കുറവാണ്. ഇവിടെ നോക്കിയാലും കുറച്ച് ചെറുപ്പക്കാരുണ്ട്. ഇത്തരം ചെറുപ്പക്കാരൊന്നും അല്ല പണ്ടുണ്ടാവുക. ചെറുപ്പക്കാരൊന്നും ഇവിടെ എല്ലാം വിദേശത്ത് പോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ അതല്ല കാര്യം. ഞാൻ SLC എഴുതുന്ന സമയത്ത് 5.5 ലക്ഷം പേര് എഴുതിയിട്ടുണ്ട്. നിങ്ങളീ പലരും പഠിക്കുന്ന സമയത്ത് 6 ലക്ഷം പേരാണ് 1ാം ക്ലാസ്സിൽ ചേരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം 1ാം ക്ലാസ്സിൽ ചേർന്നത് 2,98,000 പേരാണ്. അത്രേ ഉള്ളൂ. ഈ വർഷം അത് വീണ്ടും 10,000 കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ അംഗസംഖ്യ പകുതിയായി കുറഞ്ഞു. വേറൊന്നും കൊണ്ടല്ല, സമ്പത്തുള്ള കൂടുതൽ വികസനം ഉണ്ടാകുന്ന എല്ലാ രാജ്യങ്ങളിലും ജനസംഖ്യ കുറയും. അപ്പോൾ കേരളത്തിലെ ഒരു പ്രശ്നം ഈ ജനസംഖ്യ കുറയുന്നുണ്ട്. കാരണം യൂറോപ്പ് പോലെയും അമേരിക്ക പോലെയും കാനഡ പോലെയും വികസിതമായി സാമ്പത്തിക വരുമാനം വരുമ്പോൾ കുട്ടികൾ കുറയും. കുട്ടികൾ പറയുമ്പോൾ നമ്മുടെ ഉള്ള കുട്ടികളോട് പുറത്തു പോയി കഴിഞ്ഞാൽ വീട്ടിൽ അപ്പനും അമ്മയും അച്ഛനും മാത്രമല്ലേ കാണൂ? അത് മതിയോ? ലോകത്ത് ഏറ്റവും മനോഹരമായ കാലാവസ്ഥയുള്ളതെന്ന് നമ്മൾ കേരളക്കാരായതുകൊണ്ട് പറയല്ലേ. ഏറ്റവും മനോഹരമായ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിളിക്കുന്ന ലോകത്തെ 50 പ്രദേശങ്ങളിൽ ഏറ്റവും നല്ല കാണേണ്ട പ്രദേശമെന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം മാഗസിൻസ് പോലും പറയുന്ന സ്ഥലമാണ് കേരളം. നമുക്ക് വിദേശത്ത് എവിടെ പോയാലും നിങ്ങൾ ചോദിച്ചോ, കാനഡയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹീറ്ററില്ലാതെ ജീവിക്കാൻ പറ്റുമോ? -40 ഡിഗ്രി വരും. ഐസ് ബ്രേക്കർ വേണം റോഡിൽ കൂടെ പോകാൻ. ഇവിടെ പലരും പോകുന്നുണ്ടല്ലോ, മക്കളുടെ അടുത്തൊക്കെ പോകുമല്ലോ, അവിടെ പോയി കുറച്ച് നാൾ താമസിച്ചിട്ട് വരുന്നവരുണ്ടല്ലോ, അമേരിക്കയിലുള്ളവരുണ്ടല്ലോ. തണുപ്പ് കാലത്ത് അങ്ങനെയാണെങ്കിൽ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ AC ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? 50ക്ക് മേളിലാണ്. നമുക്ക്
നല്ല ഉഷ്ണമൊക്കെ വരും, പക്ഷേ ഇത് രണ്ടും ഇല്ലാതെ ജീവിക്കാം. വെള്ളത്തിന് അങ്ങനെ വലിയ കുഴപ്പമുണ്ടോ? മഴയ്ക്ക് സാധാരണഗതിയിൽ അങ്ങനെ കുഴപ്പമുണ്ടോ? നമ്മുടെ നാട്ടിൽ ഏതൊരാൾക്കും ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചൂടെ? ബീഫ് കഴിക്കാൻ പാടില്ല, അല്ല പിന്നെ ഇന്നത് കഴിക്കാൻ പാടില്ല നിർബന്ധമുണ്ടോ? ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ള പള്ളിയിലോ അമ്പലത്തിലോ പോകാം, പോകാതിരിക്കാം, പ്രാർത്ഥിക്കാതിരിക്കാം, എല്ലാം കഴിയുന്ന ഒരു നാടാണ് കേരളം. അതുകൊണ്ട് കേരളം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ മാത്രമൊന്നുമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിനൊന്നും അവകാശം നടത്തുന്നില്ല. നമ്മുടെ നാട്ടിൽ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും വാഗ്ഭടാനന്ദ ഗുരുദേവനും നമ്മുടെ മിഷണറിമാരും ഓരോ മഹാത്മാ അയ്യങ്കാളിയും ഇങ്ങനെ നമ്മൾ എടുത്തു പറയുന്ന മഹാന്മാരായ ധാരാളം ആളുകൾ നടത്തിയ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനവും പുരോഗമന രാഷ്ട്രീയത്തിൻ്റെ, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ, പുരോഗമന രാഷ്ട്രീയത്തിൻ്റെ ഒരു പശ്ചാത്തലവും ഒക്കെയാണ് കേരളത്തെ കേരളമാക്കിയത്. ഈ കേരളം ഇങ്ങനെ ആയിരുന്നില്ല പണ്ട്. സ്വാമി വിവേകാനന്ദൻ ഇവിടെ വന്നിട്ട് പറഞ്ഞെന്താ, ഇത് ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞു. കാര്യം എന്താ? തൊടിയില് തീണ്ടല്, വഴി കൂടെ നടക്കാൻ വയ്യ, തൊടാൻ വയ്യ, ഇങ്ങനെ ആയിരുന്നല്ലോ. അങ്ങനെ സ്ഥലം എങ്ങനെയായത്? ഈ നാട്ടിലെ നമ്മുടെ പൂർവികരായ ആളുകൾ അവരെല്ലാം ഒരുമിച്ച് നിന്ന് കേരളത്തെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ്. ആ മാറ്റിയെടുക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് വഴി നടക്കാൻ പണ്ട് അവകാശമില്ലായിരുന്നു, വഴിയില്ലായിരുന്നു. ഇന്ന് വഴി നടക്കാൻ അവകാശമുണ്ട്. ഇല്ലാത്ത സ്ഥലത്ത് പുതിയ വഴി ഉണ്ടാക്കും. അത് ഈ സ്ഥലത്തല്ല, മറ്റു സ്ഥലത്തും വഴികളും സൗകര്യങ്ങളും കോളേജുകളും സ്കൂളുകളും എല്ലാം ഉണ്ടാക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അതിനൊപ്പം നിൽക്കുന്നൊരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന, കഴിഞ്ഞ 9 വർഷമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗികമായ പല പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട്. പൂർത്തീകരണമാണ്, കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നു. അതിൻ്റെ ഭാഗമായി കൂടുതൽ കേരളം മുന്നോട്ട് പോകട്ടെ, നമുക്ക് ഒരുമിച്ച് കൂടുതൽ കാര്യങ്ങൾ ഏറ്റെടുക്കാമെന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരെയും ഈ വൈകിയ വേളയിൽ ഇവിടെ ഇങ്ങനെ കാത്തിരുന്ന ഈ വലിയ പരിപാടി വളരെ ആഘോഷമാക്കി മാറ്റി തീർത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.